വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, സമാധാനവാഹകർ ഒക്കെ ഉണ്ടായിട്ടും UNO തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനെയാണ്. സന്ദേശ വിഷയങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു ചരിത്രം കൂടിയാണ് ഗാന്ധിയുടെ ചരിത്രമെന്നത്. അബ്ദുള്ള സേഠിൻ്റെ കേസ് വാദിക്കാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ പോയ ഗാന്ധി ഒരു വാക്യം മുഴുവനാക്കാൻ സാധിക്കാതെ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന നാണം കുടുങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. ഐ കൺസീവ് എന്ന് 3 തവണ പറഞ്ഞിട്ട് പോലും ആ വാക്യം പൂർത്തിയാക്കാൻ സാധിക്കാതെ കോടതിയുടെ മ്ലേച്ഛമായ പരിഹാസങ്ങൾക്ക് പാത്രീഭൂതനാവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. മിസ്റ്റർ ഗാന്ധി, യു ഹാവ് കൺസ്യൂംഡ് 3 times. വേർ ഈസ് യുവർ ചൈൽഡ് എന്നാണ് കോടതി അദ്ദേഹത്തോട് ചോദിച്ചത്. കൺസീവ് എന്ന വാക്കിന് പ്രസവിക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. 3 തവണ പ്രസവിച്ചിട്ടും കുഞ്ഞെവിടെ എന്ന് പരസ്യമായി കോടതിയിൽ ഗാന്ധിയോട് ചോദിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കോടതി മുറി കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറിയത് എന്നത് ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു ചരിത്രമാണ്. 1ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും യാത്ര ചെയ്യാൻ സാധിക്കാതെ തൻ്റെ ഇരുമ്പ് പെട്ടിയുമായി റെയിൽവേ സ്റ്റേഷനിലെ തണുപ്പുള്ള രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ്റെ ചിത്രം നാം എല്ലാവരും വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥ ഗാന്ധി ജനിക്കുന്നത് എന്നും നമുക്ക് അറിയാം. അങ്ങനെ നടന്നു കയറിയ ഒരു മനുഷ്യൻ ഇന്ത്യയിലെത്തിയിട്ടും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇല്ലാത്തൊരു സ്ഥലം, അത്രയും ദുർഘടമായ ഒരു സ്ഥലമാണ് ഉപ്പു സത്യാഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് സഹിക്കാനും താങ്ങാനും കഴിയുന്നവർ മാത്രം ഈ സമരത്തിൽ പങ്കാളിയായാൽ മതി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മതം. അങ്ങനെ ഏപ്രിൽ 29-ാം തീയതി കടലിൽ കുളിച്ച് ശുദ്ധനായി വന്ന ഗാന്ധി കടൽക്കരയിൽ ഉപ്പ് കുറുക്കൻ. ആ ഉപ്പ് കുറുക്കി കിട്ടിയ ഉപ്പ്, ആ ഒരു പിടി ഉപ്പ് ഉള്ളം കൈയിൽ ഒതുക്കി പിടിച്ചുകൊണ്ടാണ് ഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോരിന് വിളിക്കുന്നത്. ലോകം മുഴുവൻ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലൂയി ഫിഷർ തൻ്റെ അമേരിക്കൻ പത്രത്തിലേക്ക് കൊടുത്ത റിപ്പോർട്ട് ഇപ്പോഴും അതുപോലെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു കുറിയ മനുഷ്യൻ, ഒരു കറുത്ത കുറിയ മനുഷ്യൻ, മുഴുവൻ വസ്ത്രം പോലും ധരിക്കാത്തൊരു മനുഷ്യൻ, ഉള്ളം കൈയിൽ ഒതുക്കി പിടിച്ച ഒരു പിടി ഉപ്പ് കൊണ്ട് ലോക പോലീസിനെ പോരിന് വിളിക്കുന്ന യുദ്ധതന്ത്രം പ്രകടമാക്കുന്നു. ഇത് ലോകത്ത് സമാനമായ സമരമാർഗമല്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സമരമാർഗം ലോകം ദർശിച്ചിട്ടില്ല എന്നാണ് ലൂയി ഫിഷറിൻ്റെ റിപ്പോർട്ടിങ്ങിൽ വന്നത്. അത്രമാത്രം ലോകം ശ്രദ്ധിച്ച ഒരു വലിയ സമരമാർഗം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വേറിട്ട നിലയിലേക്ക് ഗാന്ധി കൊണ്ടുപോകുന്നത്. എൻ്റെ 2 മതങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സമാധാനമാണ്, പീസാണ്, മറ്റൊന്ന് അഹിംസയാണ് എന്ന് ഗാന്ധി പറയുന്നത്. പീസും അതുപോലെ നോൺ വയലൻസ് ആൻഡ് പീസ്, ഈ 2 ആയുധമാണ് എൻ്റെ മതം എന്നാണ് ഗാന്ധി പറയുന്നത്. ആ 2 ആയുധങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഗാന്ധി ലോക പോലീസിനോട് യുദ്ധം ചെയ്തത്. ലോകത്തെല്ലാം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് അധ്യാപകരായി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ലോകത്തെവിടെയും സാമ്രാജ്യമുള്ള ഒരു പ്രദേശത്ത് അസ്തമിക്കുമ്പോൾ മറുപ്രദേശത്ത് ഉദിക്കുന്ന സാമ്രാജ്യ ശക്തിയാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടനെതിരെയാണ് ഗാന്ധി ഈ രീതിയിലുള്ള സമരമാർഗം സ്വീകരിക്കുന്നത്. ആ സമരമാർഗം എന്നത് ജീവിതമാർഗം കൂടിയാണ്. ചർക്കയിൽ നൂൽ നൂൽക്കുക എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ വില എന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സമരമാർഗമാണ്. ആ ചർക്കയിൽ നൂൽനൂറ്റ് കിട്ടുന്ന നൂല് കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നതും മറ്റൊരു സമരമാർഗമാണ്. കമ്പനിയുടെ നെയ്ത്ത്, കമ്പനിയുടെ മിൽ തുണികൾ ധാരാളമായി നമ്മുടെ വിപണിയെ കീഴടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ ഖാദി വസ്ത്രം നിർമ്മാണവും അതിൻ്റെ ഉപയോഗവും എന്ന് ഗാന്ധി മറ്റൊരു സമരമുഖം തുറക്കുക. പ്രസ്ഥാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുടെയും ചലന രീതികളുടെയും ഒക്കെ സമഞ്ജസമായ സമ്മേളനമാണ് ആ പ്രസ്ഥാനം. വ്യതിരിക്തമായ അഭിപ്രായങ്ങളുടെ ഒരു കൂട്ടുകെട്ടാണ് അത് സ്വാതന്ത്ര്യം വരെ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകണം. ആ അഭിപ്രായ സ്വാതന്ത്ര്യം കൃത്യമായി നിർണ്ണയിക്കപ്പെടണം.
അതിന് ഓരോ ആശയഗതിക്കാരും വ്യത്യസ്ത തട്ടിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ മാത്രമേ വ്യത്യസ്തമായ ആശയഗതികൾ രൂപപ്പെടുകയും ആ ആശയഗതികൾ രൂപപ്പെട്ട് അതിൽ നിന്ന് കൃത്യമായ ഒരു വ്യക്തത ആശയങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ആ ഒരു ചർച്ച ഇന്ത്യൻ ഡെമോക്രസിയിൽ നടക്കണമെങ്കിൽ, ഇന്ത്യൻ ജനാധിപത്യം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ആശയ വ്യക്തതയും കൃത്യതയും നമുക്കുണ്ടാകണം. അതിന് വ്യത്യസ്ത ആശയക്കാർ മാറി നിന്നേ പറ്റും. ഈ വ്യത്യസ്ത ആശയക്കാർ ഒന്നിച്ചു നിൽക്കുമ്പോഴല്ല അത് ഉണ്ടാകുന്നത്. ഗാന്ധി പറഞ്ഞത് കൃത്യമാണ്. പക്ഷെ കേവലമായ അർത്ഥത്തിൽ അതിനെ കേൾക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും അതിൽ പിടിച്ച് തൂങ്ങുകയും ചെയ്യുക എന്നത് നമ്മുടെ നാട്ടിൽ ഒരു പതിവ് ശീലമായി മാറിയിരിക്കുന്നു. ഗാന്ധിയെ കൃത്യമായി വായിക്കാത്തതിൻ്റെ, കൃത്യമായി പഠിക്കാത്തതിൻ്റെ ഒരു കാര്യമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗാന്ധി ഇന്നും നിങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ ഈ രീതിയിലുള്ള ഒരു പദയാത്ര നടത്തണമെന്നൊക്കെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് അങ്ങനെ ഒരു ആശയത്തെ കൊണ്ടുവരാൻ കാരണം ഗാന്ധി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ്. ഗാന്ധി ഒരു ആശയമാണ്. ഗാന്ധി എന്ന ആശയത്തെയാണ് എല്ലാവരും ഭയപ്പെടുന്നതും. ഗാന്ധി എന്ന ആശയത്തെയാണ് അതിനോട് ഇഷ്ടമുള്ളവർ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. ഗാന്ധി എന്ന വ്യക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയുന്നതല്ല, ഞാൻ അവസാനം പറയുന്ന കാര്യത്തെ മാത്രം നിങ്ങൾ മുഖവിലക്കെടുത്താൽ മതി. ഞാൻ അവസാനം പറഞ്ഞത് എന്തായിരിക്കും അത് മാത്രം നിങ്ങൾ മുഖവിലക്കെടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു ആശയമാണ്. ഗാന്ധി എന്ന് പറയുന്ന ആശയത്തെയാണ് എല്ലാവരും ഭയപ്പെട്ടിരുന്നത്. 55 കോടി പാകിസ്ഥാന് കൊടുക്കണമെന്ന് പറഞ്ഞത് ഗാന്ധിയുടെ ഏറ്റവും വലിയ അപകടമാണ്. ഗാന്ധി പറഞ്ഞത് ഏറ്റവും വലിയ കുറ്റങ്ങളിലൊന്ന് അതാണ്. 55 കോടി പാകിസ്ഥാന് കൊടുക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിനകത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടുകൂടി, ആരാധനാ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാനുള്ള അവകാശം നൽകണമെന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ കുറ്റം. ഇങ്ങനെ നിരവധി കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഗാന്ധിയെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന ആലോചന നടക്കുന്നത്. ഇതൊരു സുപ്രഭാതത്തിൽ 1948 ജനുവരി 30 ആലോചന നടത്തിയതിൻ്റെ ദൃഷ്ടാന്തമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാന നിർണയമല്ല അന്ന് വൈകുന്നേരത്തെ 5:10 ബിർള ഹൗസിൽ നടന്നത്. അത് വർഷങ്ങളായി നീണ്ട ആലോചനയുടെ ഭാഗമായിട്ടാണ്. പൂനെയിലെ ബ്രാഹ്മണന്മാരിൽ എത്രമാത്രം ചിന്തകൾ ഇതിനെതിരെ നടന്നിട്ടുണ്ട് എന്നത് കപൂർ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗാന്ധി ഇല്ലാതായാൽ മാത്രമേ ഈ രാജ്യത്തെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേരുണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഗാന്ധിയുടെ ചിത്രം ചുമരിൽ പതിച്ച് ആ ചിത്രത്തിലേക്ക് വെടിയുണ്ടകൾ പായിച്ചുകൊണ്ട് പരിശീലനം നടത്തിയ ചെറിയ കുട്ടികളുടെ കഥകൾ പോലും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ പോലും ഗാന്ധിയുടെ ചിത്രം ചുമരിൽ തൂക്കി അതിലേക്ക് വെടിയുണ്ടകൾ പായിക്കുക. അങ്ങനെ പായിച്ച് ശീലിച്ച മനുഷ്യന്റെ പേരാണ് നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്നത്. നാഥുറാം ഗോഡ്സെയും നാരായൺ നാഥയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തും കൂടി പൂനെയിൽ നിന്നും ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം നേരത്തെ പോലീസിന് അറിയാമായിരുന്നു. ആ വിവരം കിട്ടിയിട്ടും ഒരു പോലീസുകാരനെ നേരിട്ട് ബോംബെയിലേക്ക് അയക്കാൻ, ഇങ്ങനൊരു വിവരമുണ്ട്, ഇങ്ങനൊരു പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം നേരിട്ട് അറിയിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. ആ വിവരം അറിയിക്കാൻ ചെന്ന ആ പോലീസുകാരൻ പക്ഷേ അവിടെ ചെല്ലുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട് വൈകി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ ശ്രാദ്ധത്തിന് ബലിയിടാനുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ പറഞ്ഞ മറുപടിയാണ്, അച്ഛൻ്റെ ശ്രാദ്ധത്തിന് ബലിയിടാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. എന്നാൽ നിങ്ങൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, വിമാനത്തിൽ കയറാൻ എനിക്ക് ഭയമാണ് എന്നാണ്. ഈ രണ്ട് വാദങ്ങളും ശരിയാണ് എന്ന് അന്നത്തെ കമ്മീഷണർ റിപ്പോർട്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ കൊലപാതകം നടക്കാൻ പോകുന്നു എന്ന വിവരം നേരത്തെ അറിഞ്ഞിട്ട് പോലും അത് വേണ്ട രീതിയിൽ എത്തേണ്ടിടത്ത് എത്തിക്കാതിരുന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഗാന്ധിയുടെ വധം എന്ന് പറയുന്നത് കൃത്യമായ ആസൂത്രണത്തിലൂടെ വളരെ നേരത്തെ വർഷങ്ങളുടെ ആസൂത്രണമെടുത്ത് നടത്തിയ ഒരു കൃത്യമാണ്. 48 ജനുവരി 30 ഗാന്ധിയും പട്ടേലും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിർള ഹൗസിൽ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ അഭിപ്രായ ഭിന്നതകൾ നെഹ്റുവും പട്ടേലും തമ്മിലായിരുന്നു മുഖ്യമായും അഭിപ്രായ ഭിന്നതകൾ നടക്കുന്നുണ്ട്. പ്രാർത്ഥനായോഗത്തിൽ കൃത്യമായി എത്തിച്ചേരുക എന്നത് ഗാന്ധിയുടെ ഏറ്റവും വലിയ നിർബന്ധങ്ങളിൽ ഒന്നായിരുന്നു. ഗാന്ധി പറഞ്ഞത് ദൈവവുമായി സംസാരിക്കാനുള്ള ചുരുങ്ങിയ സമയങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന എന്നതാണ്. ഗാന്ധി ദൈവവുമായി സംവദിക്കുവാനുള്ള നിമിഷമാണ്, അതുകൊണ്ട് അതിൽ വൈകാൻ പാടില്ല. പക്ഷെ അന്ന് പട്ടേലുമായുള്ള സംസാരത്തിനിടയിൽ വൈകി. മനുവും ആഭയും എന്ന് പറഞ്ഞിട്ട് പോലും ഗാന്ധി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ക്ലോക്ക് എടുത്ത് കാണിച്ചു കൊടുത്തിട്ടും ഗാന്ധി ശ്രദ്ധിക്കുന്നില്ല. കഴിക്കാനുള്ള ആഹാരം മുന്നിൽ കൊണ്ടുവച്ചു. 1/2 കപ്പ് പാലും ആട്ടിൻപാലും അല്പം ക്യാരറ്റും ഇഞ്ചിയും മിക്സ് ചെയ്ത ജ്യൂസും
കുറച്ച് നട്ട്സുമാണ് ഗാന്ധിയുടെ അന്നത്തെ ആഹാരം. അത് കഴിക്കാൻ കൊണ്ടുവച്ചിട്ട് പോലും ഗാന്ധിക്ക് ഇത് ഓർമ്മയില്ല. ഒടുവിൽ ആഭ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ചാടി എഴുന്നേറ്റ് മനുവിനെയും ആഭയും തൻ്റെ വാക്കിംഗ് സ്റ്റിക്സ് എന്നാണ് വിളിക്കുക, അവരുടെ ചുമലിൽ തൂങ്ങിക്കൊണ്ട് ഗാന്ധി വളരെ വേഗത്തിൽ ബിർള ഹൗസിൽ നിന്നിറങ്ങി അതിൻ്റെ പിറകിലുള്ള വിശാലമായ മൈതാനത്തേക്ക് നടന്നു പോവുകയാണ്. 3 പടികൾ കയറി മേലോട്ട് ചെന്നപ്പോൾ ഇടയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കടന്നു വരികയും ബാപ്പുവിനെ തൊഴുകയും ചെയ്തു. അപ്പോൾ മനു അവരെ തടഞ്ഞു, മാറി നിൽക്കും, ബാപ്പുവിന് സമയം വൈകി എന്ന് പറയുമ്പോഴേക്കും മനുവിനെ തള്ളിയിട്ടുകൊണ്ട് ആ മനുഷ്യൻ ഗാന്ധിയുടെ മുന്നിൽ നിവർന്നു നിൽക്കുകയും തൊഴുതു നിൽക്കുകയും ബാപ്പു അന്താളിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. പിന്നെ 3 വെടിയുണ്ടകളാണ് അദ്ദേഹത്തിൻ്റെ നേരെ നിറയൊഴിക്കുന്നത്. 3 വെടിയൊച്ചകളാണ് പിന്നെ ലോകം ശ്രവിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആവശ്യമില്ലെന്ന് പിന്നീട് പറയുകയാണ്. ഹേ റാം എന്ന് പറഞ്ഞ് ഗാന്ധി അവിടെ വീഴുകയും ഗാന്ധിയുടെ ഡോക്ടർ ഓടി വരികയും ചെയ്തപ്പോഴേക്കും ഗാന്ധി മരിച്ചിട്ടുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൺ വന്ന് ഗാന്ധിയെ പട്ടേലാണ് ആദ്യം അവിടെ എത്തുന്നത്. പട്ടേൽ ഓടി വന്ന് ഡോക്ടറോട് കലഹിക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ കയ്യിൽ ഇപ്പോഴും ജീവനുണ്ട്. കൈ തൊട്ട് നോക്കിയപ്പോൾ കയ്യിൽ ജീവനുണ്ട്. ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ജീവനുണ്ട്, നിങ്ങളൊന്ന് ശ്രമിക്കൂ എന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് 10 മിനിറ്റ് സമയം ആയി, അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ട് 10 മിനിറ്റായി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ വെടിയുണ്ട പായിച്ച ആ വെടിയുണ്ട തുളഞ്ഞു കയറിയ സുഷിരങ്ങളെല്ലാം അടച്ചിട്ട് ഗാന്ധിയെ അന്ത്യ കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ബ്രിട്ടീഷുകാരനായ മൗണ്ട് ബാറ്റൺ നിർദ്ദേശിച്ചത് ഈ മനുഷ്യനെ ദഹിപ്പിച്ച് കളയരുത്, ലെനിനെ സൂക്ഷിച്ചതുപോലെ ഗാന്ധിയെ വരും തലമുറയ്ക്ക് വേണ്ടി ഇവിടെ സൂക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് മൗണ്ട് ബാറ്റൺ വെച്ചത്. പക്ഷേ ഗാന്ധിയുടെ മക്കളാരും അത് സമ്മതിച്ചില്ല. അത് ഗാന്ധിക്ക് ഇഷ്ടമല്ല, അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ടത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ചടങ്ങുകൾ നടത്തണം, അല്ലാണ്ട് ഇവിടെ സൂക്ഷിക്കാൻ പാടില്ല എന്ന നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. ഈ ഗോഡ്സെ ഗാന്ധിയുടെ ജീവൻ എടുക്കുമ്പോൾ തൊഴുതു നിന്നു എന്ന് അദ്ദേഹം തന്നെ കപൂർ കമ്മീഷൻ്റെ മുന്നിലും കോടതിയിലും മൊഴി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ മനുഷ്യനെ തൊഴുതു നിൽക്കുകയായിരുന്നു, വണങ്ങിയതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നത്. ആദ്യത്തെ വെടിയുണ്ട പായിച്ചത് നെഞ്ചിലേക്കാണ്, അത് ഹൃദയം തുളന്ന് പുറത്തേക്ക് പോയിരുന്നു. രണ്ടാമത്തെ വെടിയുണ്ട പോയത് ആമാശയത്തിലൂടെയാണ്, അതും പുറത്തേക്ക് പോയിരുന്നു. പക്ഷേ 3ാമത്തെ വെടിയുണ്ട പോയിട്ടില്ല, അത് ശരീരത്തിനകത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. വലിയൊരു രക്തധമനി തുളച്ചു കയറിയിട്ട് ആ വെടിയുണ്ട ശരീരത്തിനകത്ത് തന്നെ നിൽക്കുകയായിരുന്നു. കപൂർ കമ്മീഷൻ്റെ മുന്നിലും ഈ പറഞ്ഞ കോടതിയുടെ മുന്നിലും ഈ പറഞ്ഞ നാഥുറാം വിനായക ഗോഡ്സെ വളരെ യാതൊരു ഉത്കണ്ഠയുമില്ലാതെ നിറഞ്ഞു നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എൻ്റെ ചുമലിൽ, എൻ്റെ ഷോൾഡറിൽ ചെറിയ പരിക്കുണ്ട്, ആരോ പിടിച്ച് ഉന്തിയപ്പോൾ ചുമലിൽ ചെറിയ പരിക്കുണ്ട്, അതൊന്നും ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അത്രമാത്രം കൃത്യമാണ് അവരുടെ നിലപാടുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ ആലോചനകൾ, തീരുമാനങ്ങൾ അത്രമാത്രം കൃത്യമാണ്. നേരത്തെ ചുമരിൽ തൂക്കിയ ചിത്രത്തിലേക്ക് വെടിയുണ്ട വായിച്ചുകൊണ്ട് പരിശീലനം കിട്ടിയ ആ മനുഷ്യൻ ആ ലക്ഷ്യം തെറ്റാതെ നിറവേറ്റി എന്നുള്ളതിൻ്റെ ആഹ്ലാദ സൂചകമായി അവിടെ എങ്ങും മധുരപലഹാര വിതരണവും വെടിപൊട്ടിക്കലും ഒക്കെ നടന്നിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായ ഒരു ആലോചനയുടെ ഭാഗമാണ്. ഗാന്ധിയെ അല്ല ഗോഡ്സെ ഭയപ്പെട്ടത്, ഗാന്ധിയെ ആർക്കും ഭയമില്ല. പക്ഷേ ഗാന്ധി എന്ന് പറയുന്ന ആശയത്തെ കൃത്യമായി അവർക്ക് ഭയമുണ്ട്. ആ ഭയമാണ് പിന്നീട് ലോകം ദർശിച്ചതെല്ലാം. എപ്പോഴും ജീവിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗാന്ധിയെ ഇല്ലാതാക്കാൻ അങ്ങനെ ഒരു നിമിഷം ആരെങ്കിലും വിചാരിച്ചാൽ സാധിക്കുന്നു, അതിനുള്ള പരിശ്രമങ്ങൾ ഒരുപാട് നടക്കും. പക്ഷേ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം, മനുഷ്യജീവിതം നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഗാന്ധി ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരം ആശയങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറായുള്ളപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന തലമുറയും ഈ ആശയത്തെ ചേർത്ത് നിർത്തുകയും ചെയ്യും. കാരണം ഗാന്ധി ഒരു വ്യക്തിയല്ല, ഒരു ജീവിതമല്ല, അതൊരു ആശയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.